മനുഷ്യൻ എന്നത് കോടാനുകോടി അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരു പ്രത്യേകമായ സവിശേഷതയുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനാണ് കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടത്, ജാഗ്രത പാലിക്കേണ്ടത്. മനുഷ്യനോടാണ് അല്ലാഹു തആല നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷികളോട് ചോദിച്ചിട്ടില്ല, മൃഗങ്ങളോട് ചോദിക്കുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, ഖുർആനിലൊരു പ്രയോഗമാണ്. ഈ ചോദ്യം മനുഷ്യൻ്റെ മുമ്പിലേക്ക് മനുഷ്യനെ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? മറ്റു ജീവജാലങ്ങളിൽ നിന്ന് സവിശേഷമായ പ്രത്യേകതകൾ നൽകി മനുഷ്യനെ ആദരിച്ചിട്ടുണ്ടല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നാം മനുഷ്യനെ ഒരു പ്രത്യേക ആദരവ് നൽകിയിട്ടുണ്ടെന്നാ. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ ആദരിച്ചു എന്നല്ല പറയുന്നത്. മനുഷ്യൻ എന്നത് വളരെ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിജാലങ്ങളിലെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഉയർന്ന് മലക്കുകളെക്കാൾ ഉയരുമെന്നും മനുഷ്യൻ അധപതിച്ചാൽ മൃഗങ്ങളെക്കാൾ അധപതിക്കുമെന്ന് അതേ റബ്ബ് വഹയി അറിയിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്തത്. പക്ഷെ പല മനുഷ്യരുടെയും കാട്ടിക്കൂട്ടലുകളും ജീവിത രീതികളും കണ്ടാൽ രണ്ടാമത് അവൻ മരണത്തിൽ നിന്ന് ഒരു പുതിയ ലോകത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് പല മനുഷ്യരുടെയും കാട്ടിക്കൂട്ടലുകൾ. നമുക്കൊക്കെ അല്ലാഹു തആല ചെറിയ ചെറിയ, നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ചില എഡ്ജ് ഇറങ്ങുകൾ എന്ന് പറഞ്ഞാൽ, എഡ്ജുകൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പിടവൊക്കെ. എത്ര ശ്രദ്ധിച്ച് ഡ്രൈവിംഗ് ചെയ്തവനും ഒന്ന് എഡ്ജിറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ തിന്മകളിലേക്കോ ആപത്തുകളിലേക്കോ പരീക്ഷണങ്ങളിലേക്കൊക്കെ മനുഷ്യനെ പതുക്കെ റബ്ബ് ഇറക്കിയിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കരകയറാൻ ശ്രമിക്കേണ്ടവനാണ് മനുഷ്യൻ. പക്ഷെ പലപ്പോഴും പഠിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയാണ് ലോകത്ത് മനുഷ്യരുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളോടും പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളോടും മനുഷ്യൻ എന്ന് വിമുഖത കാണിച്ചോ അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് വിഷയത്തിൽ? ഒരു ഉദാഹരണം, മക്കള്. ഞങ്ങളുടെ രാജ്യത്തിന്, ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ നിയമം അനുസരിച്ച്, റൂൾസ് അനുസരിച്ച് ഇവിടെ 2 കുട്ടികളിലധികം ഉണ്ടാകാൻ പാടില്ല തീരുമാനിച്ച രാജ്യമുണ്ട്. 1 കുട്ടിയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച രാജ്യമുണ്ട്. ഞാൻ രാജ്യങ്ങളുടെ പേരുകളിലേക്കൊന്നും കടക്കുന്നില്ല. ചൈന മാത്രം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ, വേറെയും രാജ്യങ്ങൾ. ഇന്ന് ഓരോ പ്രസവത്തിനും ഡോളറുകൾ ഓഫർ ചെയ്യാണ്. എന്താ കാരണം? പ്രായമായ അച്ഛനും അമ്മയും പ്രായമായ ഉമ്മയും ബാപ്പയും വീട്ടിലിരിക്കുക. ഒരു പുതിയ തലമുറ അവിടെ ഉണ്ടാകുന്നില്ല. ആകെ ഒരു മോനാണുള്ളത്, ആകെ ഒരു മോളാണുള്ളത്. അവൻ അവൻ്റെ ബിസിനസ്സുമായി, കച്ചവടവുമായി, ക്രയവിക്രയങ്ങളുമായി അവൻ വീട് വിട്ടിറങ്ങി. ഈ അച്ഛൻ അമ്മ ഒറ്റക്കാണ് വീട്ടിൽ. അങ്ങനെ പ്രായാധിക്യമുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒറ്റപ്പെടലുകൾ കണ്ടുകൊണ്ട് ചൈന പോലെയുള്ള രാജ്യങ്ങൾ 2ാമത്തെ പ്രസവത്തിന് ഇത്ര രൂപ തരാം, 3ാമതൊരു കുട്ടിയെ കൂടി സമ്മാനിക്കാൻ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ശാരീരിക പ്രകൃതവും സമ്മതിക്കുന്നുവെങ്കിൽ ഇത്ര ഡോളർ ഓഫർ തരാമെന്ന് പറയുന്ന വിധത്തിലേക്ക് കുട്ടികളെ ഇനി ഉണ്ടായിക്കിട്ടാനുള്ള വെമ്പലും താല്പര്യവും അതിനുവേണ്ട സെമിനാറുകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രമാണ് നമുക്ക് ലോകത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ അല്ലാഹു തആല ഞാനാണ് നിങ്ങൾക്ക് ജന്മം നൽകുന്നത്, നിങ്ങളുടെ ഉപജീവനം നൽകുന്നതും ഞാനാണ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ഞാൻ എൻ്റെ വിഷയം അതല്ല, ഞാൻ അവിടേക്ക് പോകുന്നില്ല. മുമ്പേ പറഞ്ഞതാണ് അല്ലാഹു തആല.
ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ഞാനൊരു പക്ഷേ എൻ്റെ ഉപ്പാന്റെ ഉമ്മാന്റെ മൂന്നാമത്തെ മോനായിരിക്കാം. ഈ പള്ളിയിൽ 4-മത്തെയും 5-മത്തെയും 6-മത്തെയും ഒക്കെ മക്കളുണ്ടാവാം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഓരോരുത്തർക്കുമുള്ള ഉപജീവന മാർഗം റിസ്ക് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. നമുക്ക് നൽകിയതിൽ ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ റബ്ബിന്റെ മുന്നിലേക്ക് കൂടുതൽ നന്ദിയുള്ളവനായി മാറുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട രീതി. ഈ ദുനിയാവ് എന്താണെന്ന് മനസ്സിലായവരാ നമ്മളൊക്കെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവ് ഒരു ജയിലാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മള്. നമുക്കെല്ലാ അർത്ഥത്തിലും ഇവിടെ നമ്മുടെ ഇഷ്ടപ്രകാരവും നമ്മുടെ താന്തോന്നിത്വവും നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നായി ഭൂമിയെ കാണരുത് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ഇത് മുഅ്മിനിന്റെ ജയിലാണ്. ഈ പള്ളിയിൽ വന്നവരൊക്കെ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളാവാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുഅ്മിനിന്റെ ജയിലാണ് ഈ ഭൂമി. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ. അതുകൊണ്ട് ഒരു മുഅ്മിനുണ്ട് അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് മാറി നിൽക്കാനുള്ള കിണഞ്ഞ പരിശ്രമം, കഠിനാധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്കിഷ്ടം വൃത്തികേട് ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കാനാണ്, അള്ളാഹ്ക്ക് ഇഷ്ടം അതിൽ നിന്ന് മാറി നിൽക്കലാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു ജയിലാണ് കേട്ടോ. അത് കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്താ ഇങ്ങനെ, അത് കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ, അത് കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ എന്നൊരു തോന്നൽ പിശാച് ഇങ്ങനെ മനസ്സിലിട്ട് തരും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് സത്യത്തെ നിഷേധിക്കുന്നവരുടെ സ്വർഗമാണ്. അവർക്ക് ഇവിടെയാണ് സ്വർഗം. എല്ലാം അവസാനിക്കുകയാണ് മരണത്തോടുകൂടി. എല്ലാം അവസാനിക്കുകയാണ് ബർസഖ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് കടക്കുന്നതോടുകൂടി. വീണ്ടും അവസാനിക്കുകയാണ് പരലോകമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ. വീണ്ടും അവസാനിക്കുകയാണ് നരക സ്വർഗങ്ങളിലേക്ക് മനുഷ്യരെ വേർതിരിച്ച് പറഞ്ഞയക്കുമ്പോ, അഗ്നികുണ്ഡാരമാകുന്ന നരകത്തിന്റെ ആ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടുമ്പോ പിന്നെ ഒരിക്കലും കരകയറാൻ പറ്റാത്ത ആളിക്കത്തുന്ന നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ കിടക്കേണ്ടി വരുമ്പോ പിന്നെ ജീവിതം അവസാനിക്കണില്ല, തീർന്നു പോവില്ല. നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളുണ്ട്, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. പിന്നെ ജീവിക്കാൻ അല്ലാഹ് സമ്മതിക്കൂല, മരിക്കാനും അല്ലാഹ് സമ്മതിക്കൂല. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ആയത്തും അതുപോലെ തന്നെ ഹദീസുകളും ഓതി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തരികയാണ്. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ്. ഞാൻ മാർഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ദുനിയാവ് ചെറുതാണെന്നും പരലോകം വലുതാണെന്നും എൻ്റെ ജീവിതം ചെറുതാണെന്നും വരാനിരിക്കുന്ന ലോകമാണ് വലുതെന്നും മനസ്സിലാകുമ്പോൾ പിന്നെ ഒരാളുടെ പിറകെങ്ങനെ നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരാളുടെ പിറകെങ്ങനെ നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇത് മനസ്സിലായിട്ടില്ലെങ്കിലോ ഒരു ചാൻസ് വരുമ്പോഴേക്ക് നമ്മൾ ചാടും പുറത്തേക്ക്. അതാണ് മനുഷ്യന്റെ പ്രകൃതി. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചതാണ്. നമ്മുടെ വാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ മരത്തിലെ കനി മാത്രം തിന്നരുതെന്നാ പറഞ്ഞത്, ഇവിടുത്തെ പഴം മാത്രം ഭക്ഷിക്കരുതെന്നാ. അത് ഭക്ഷിക്കാനാണ് പിശാച് പ്രേരിപ്പിക്കുന്നത്, അത് ഭക്ഷിപ്പിക്കാനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ പറഞ്ഞത്. ഒന്ന് തിന്നോക്കാം. എന്താ കാരണം? വിലക്കിയതിനെ എത്തിപ്പിടിക്കാനാണ് മനുഷ്യന്റെ മനസ്സ് കൊതിക്കുക. അങ്ങോട്ട് പോകരുത് തന്നെ, എന്താ പോയാൽ എന്നാണ് മനുഷ്യൻ ആലോചിക്കുക. അത് എളുപ്പമാണ് അങ്ങോട്ട് തെറ്റാൻ. മദ്യപിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ, മദ്യപാനം ശീലമാക്കാൻ, കഞ്ചാവ്, ലഹരി, മയക്കുമരുന്ന് പോലെയുള്ളതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ വലിയ ജാഗ്രതയോടുകൂടിയുള്ള ശ്രദ്ധയും പിടിച്ചു നിൽക്കലും ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തിന്മയുടെ ഒഴുക്കിൽ നമ്മൾ അങ്ങനെ പതുക്കപ്പെട്ടു പോകും. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അഹക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ഒരു കാവൽ. ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിറങ്ങാൻ
ഈ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ ഇറങ്ങിയവർക്കേ സാധിക്കൂ. ഇന്ന് ജുമുഅക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ പ്രാർത്ഥന ചൊല്ലിയവർ എത്ര പേരുണ്ടാവും? ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോ ബിസ്മില്ലാ റബ്ബേ നിന്റെ നാമത്തിലാണ് തവക്കൽതു അലല്ലാഹ്, ഞാൻ നിന്നിൽ ബരമേൽപ്പിക്കുകയാണ്. വടിയിൽ പാമ്പുകൾ ഉണ്ടാവാം, വടിയിൽ ഇഴജന്തുക്കൾ ഉണ്ടാവാം, പടച്ചവനെ പ്രയാസങ്ങൾ ഉണ്ടാവാം, വാഹന അപകടങ്ങൾ ലോകത്ത് ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെടുത്തിക്കളയല്ലേ അല്ലാഹ്. നിന്നിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, നിന്നിൽ ബരമേൽപ്പിച്ചുകൊണ്ട് റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കഴിവും കാര്യവും റബ്ബേ നിന്റെ അടുക്കൽ നിന്നല്ലാതെ ഇല്ല. ഇത് പറഞ്ഞാൽ പിന്നെ അപകടം സംഭവിക്കൂല എന്നാണോ? അല്ല, മറിച്ച് ഞാൻ അപകടത്തിൽപ്പെട്ടാലും റബ്ബിന്റെ നാമം ഉച്ചരിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് അവനിൽ ബരമേൽപ്പിച്ച് അവന്റെ ശക്തിയെയും അവന്റെ കഴിവിനെയും ഒക്കെ എടുത്തു പറഞ്ഞ് ഞാനൊരു മുസ്ലിമായി കീഴടങ്ങിയവനായി ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു ആത്മസംതൃപ്തി, ഞാൻ റോഡിൽ വീണ് കിടന്ന് രക്തം വാർന്നൊലിച്ചു മരിക്കുമ്പോഴും റബ്ബേ ഇന്ന് സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് അല്ലാഹുവേ നിന്റെ നാമം ഉച്ചരിച്ച് മനസ്സമാധാനത്തോടുകൂടി നിന്റെ മാർഗത്തിൽ ഇറങ്ങിയവനാണ് ഞാൻ കക്കാൻ ഇറങ്ങിയവനല്ല, ഞാൻ ഏതെങ്കിലും കൊള്ളവെപ്പിന് ഇറങ്ങിയവനല്ല റബ്ബേ, ഞാൻ അരുതാത്തത് ചെയ്യാൻ ഇറങ്ങിയവനല്ല, ഞാൻ വൃത്തികെട്ട പാതയിലേക്ക് ഇറങ്ങി തിരിച്ചവനല്ല, ആരെയോ ദുർമാർഗത്തിൽ സഹായിക്കാൻ ഇറങ്ങിയവനല്ല റബ്ബേ, ഞാൻ നല്ല രൂപത്തിൽ ഒരു സാമഗ്രികൾ വാങ്ങാൻ ഇറങ്ങിയവനാണ്, നിന്റെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് ഇറങ്ങിയവനാണ്, നിന്റെ ദീന് പഠിക്കാൻ ഇറങ്ങിയവനാണ്, ഒരു വസ്തു ഒരാളെ ഏൽപ്പിക്കാൻ ഇറങ്ങിയവനാണ്. സമാധാനത്തോടുകൂടി ഈ ഭൂമി വിട്ടുപോകാൻ നമുക്ക് കഴിയും. അതിന് വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതിറങ്ങുമ്പോൾ നമ്മുടെ രാത്രിയും നമ്മുടെ പകലൊക്കെ നമുക്ക് മനോഹരമായിരിക്കും. ആരും കാണാനില്ലാത്ത, നമ്മളെ മനസ്സിലാവാത്തൊരു സമയ രാത്രി. ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന നീയത്തും വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും അറിയില്ല. രാത്രിയുടെ ഇരുട്ടിൽ നമ്മളൊക്കെ ക്ഷീണിച്ച്, നമ്മളൊക്കെ എത്രയോ രാത്രി നേരം വൈകി വീട്ടിലേക്ക് എത്തി ക്ഷീണിച്ച് തളർന്ന് കിടക്കുമ്പോഴും ആ 4 മണിക്കും 4:30ക്കും ഒക്കെ എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നമസ്കരിച്ച് മുസല്ല വിരിച്ച് സുജൂദ് ചെയ്ത് പടച്ചവനെ ക്ഷീണമുണ്ട്, ശരീരത്തിന് പ്രയാസമുണ്ട് റബ്ബേ, ദീർഘദൂര യാത്ര കഴിഞ്ഞു വന്നതാണ് റബ്ബേ, നിന്റെ പരലോകത്തെ ഭയപ്പെട്ടിട്ട്, നിന്റെ സ്വർഗം ആഗ്രഹിച്ചിട്ട് റബ്ബേ, നിന്റെ നരകത്തെ ഭയപ്പെട്ടിട്ട് റബ്ബേ ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. ആരും കാണാനില്ല, വാപ്പ പോലും അറിയണില്ല, മക്കൾ അറിയുന്നില്ല. ഇതൊക്കെയാണ് ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന്റെ തെളിവ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ നാനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ. പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും രാത്രിയുടെ അന്ത്യയാമങ്ങളെ ചെലവഴിക്കുന്ന ഒരാളും വയർജു റഹ്മത റബ്ബിഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കൊതിക്കുന്നവനും അത് ചെയ്യാത്ത ഒരാളും സമമാകുമോ? ഇപ്പൊ ഈ പള്ളിയിൽ എത്ര 100 കണക്കിന് ആളുകളുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ച് ജീവിതത്തിൽ പരിചയമില്ലാത്ത ആളുകളുണ്ട്. റമദാൻ വിളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ തറാവി നിസ്കരിച്ചു എന്നതല്ലാതെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും രാത്രി എഴുന്നേറ്റ് ഒരു രാത്രി നമസ്കാരം നിർവഹിക്കാത്തവർ ഈ പള്ളിയിൽ ഉണ്ടായേക്കാം. ഒരു പക്ഷേ അവരൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ റമദാനിൽ തറാവിയൊക്കെ നമസ്കരിച്ച് നന്നായിട്ട് ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് തറാവിയും കഴിഞ്ഞ് അവസാനത്തെ നോമ്പും കഴിഞ്ഞ് മടങ്ങിയതാണ്. ഇനി വീണ്ടും ഒരു റമദാൻ വരാൻ കാത്തിരുന്നു നമ്മൾ. എന്തിന്? ഒരു രാത്രി നമസ്കാരം നിർവഹിക്കാൻ. അല്ലാഹ് ചോദിക്കുകയാണ്, രാത്രി അല്ലാഹനെ ആലോചിച്ച് സുജൂദിൽ കിടന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് സുജൂദിൽ കടന്ന് അല്ലാഹുവേ നിന്റെ കാരുണ്യം എനിക്ക് തരണമേ എന്ന ആ ആഗ്രഹത്തോടുകൂടി രാത്രി സുജൂദിൽ കിടന്ന് നമസ്കരിച്ച് പടച്ചവന്റെ കൂലി ആഗ്രഹിച്ച ഒരാൾ സമമാകുമോ? അതൊന്നും ചെയ്യാത്ത ഒരാൾ. ഖുൽ, അതിന്റെ ബാക്കി എന്താ? ഖുൽ ഹൽ അസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇങ്ങനെ അല്ലാഹനെ അറിഞ്ഞവനും അല്ലാഹുവിനെ അറിയാത്തവരും ദീനിനറിഞ്ഞവനും ദീനിനറിയാത്തവനും സമമാകുമോ? ചോദിക്കൂ നബിയെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ മനുഷ്യകുലത്തിന്റെ ബുദ്ധിയെ തട്ടി ഉണർത്താൻ വേണ്ടി ചോദിക്കാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാ, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഈ ചോദ്യത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുമൊക്കെ ഏറെ ചിന്തക്ക് വകയുണ്ട് എന്ന്
ആരാ പറയുന്നത്? സർവശക്തനായ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ ഒരു ഓളമല്ല സുഹൃത്തുക്കളെ, ഇതൊരു ഓളം. എല്ലാവരും ഇങ്ങനെ ഇളകുമ്പോൾ ഞാനിങ്ങനെ ഇളകുന്നൊരു ഓളമായി മാറാതെ ഞാൻ എൻ്റെ സ്വകാര്യതയിൽ, മനുഷ്യരാണ്, നമുക്കൊക്കെ പടവുണ്ടാവും, മറവിയുണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ കാര്യം മറവി. നമുക്കൊക്കെ മറവി സംഭവിക്കാം. എന്നും കറക്റ്റ് നിസ്കരിക്കുന്ന ഒരാൾ ഉറക്കത്തിൽപ്പെട്ട്, അതേ പ്രിയപ്പെട്ടവരെ, ജമാഅത്ത് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മറവി സംഭവിച്ച് ഒരു നിസ്കാരം മറന്നുപോയേക്കാം. ഓർക്കുന്ന സമയത്താണത് തിരിച്ചു വിട്ടേണ്ടത്. പലതിലും മറവി സംഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ധാരാളം ശുഗലുകളുള്ള, ധാരാളം ചിന്തകളും ആലോചനകളും ഏർപ്പാടുകളും ഉള്ളവർ മറവിയിൽ കൂടുതൽ പെട്ടേക്കാം. ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്ന ന്യൂനതകളാണ്, പോരായ്മകളാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട്, റബ്ബേ, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയത്, എൻ്റെ കൂട്ടുകെട്ട് വൃത്തികെട്ട ആളുകളുടെ കൂട്ടത്തിലാക്കി തീർത്തത്, റബ്ബേ നിന്നെ ഓർക്കാതെ ഞാൻ സഞ്ചരിച്ചത്, റബ്ബേ നിന്നെ ഓർക്കാതെ എൻ്റെ ജീവിതത്തെ തള്ളി നീക്കിയത്, റബ്ബേ ഞാൻ മറന്നിട്ടാണോ? ഒന്ന് മനസ്സുകൊണ്ട് ചോദിച്ചു നോക്ക്. ഉത്തരം നമ്മുടെ മനസ്സിൽ കിട്ടും സുഹൃത്തുക്കളെ. മരണമെന്നത് നമ്മുടെയൊക്കെ ഈ മഹലിൽ മരണങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പല ക്ലാസ്സുകളിലും ഖുത്ബകളിലും പറയാറുണ്ട്, ഒരു പുതിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അയാൾ ഒന്നുകൂടി കേൾക്കട്ടെ എന്ന നിലക്ക് പറയുക. ഒരു സെക്കൻഡിൽ 3 ആൾ ലോകത്ത് മരിക്കുന്നുണ്ട്. നിങ്ങളത് പല ക്ലാസ്സിലും കേട്ടതാണ്. ഒരു സെക്കൻഡിൽ 3 ആൾ ലോകത്തുനിന്ന് മരിക്കുന്നുണ്ട്. അതൊന്ന് പറയാൻ തന്നെ പ്രിയപ്പെട്ടവരെ 3-4 സെക്കൻഡ് വേണം. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുന്നുണ്ടെന്ന് പറയാൻ തന്നെ 3-4 സെക്കൻഡ് വേണം. അപ്പോഴേക്ക് ഒരു 5 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ 15 ആൾ മരിച്ചു. ഇപ്പൊ ഈ ജുമ തുടങ്ങിയിട്ട് ഏകദേശം പ്രിയപ്പെട്ടവരെ ഒരു 10-20 മിനിറ്റ് ആയില്ലേ? ഇപ്പൊ എത്ര ആളുകളായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? ഒരു മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ 3 ആൾ മരിച്ചാൽ 60 സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ 180 ആൾ മരിച്ചു ലോകത്ത്. നമ്മൾ ഈ ജുമ തുടങ്ങിയിട്ട് 20 മിനിറ്റായി. ഒരു മിനിറ്റിൽ 180 ആൾ മരിക്കുമ്പോൾ 10 മിനിറ്റിൽ 1800 മനുഷ്യന്മാർ മരിച്ചു തീർന്നു. 20 മിനിറ്റിൽ പ്രിയപ്പെട്ടവരെ 3600 ആളുകൾ മരിച്ചു തീർന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഈ ജുമ തുടങ്ങിയിട്ട് 20 മിനിറ്റായി. അപ്പോൾ ഇങ്ങനെ ലോകത്ത് നടക്കുന്നതാ. ഇവിടെ ഒരാളും മരിച്ചിട്ടില്ല എന്നല്ല, ഈ പള്ളിയിൽ ഇപ്പോൾ ഒരാളും മരിച്ചിട്ടില്ലല്ലോ. നമ്മളെ മഹലിൽ ഇപ്പോൾ 10-20 മിനിറ്റായിട്ട് ആരും മരിച്ചിട്ട്, അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ലോകാടിസ്ഥാനത്തിൽ ഒരു മിനിറ്റിൽ 180ഓളം ആളുകൾ മരിക്കുന്നു എന്ന കണക്കാണ് ആര് പറയുന്നത്? ഇതിനെക്കുറിച്ച് എഴുതുന്നവരും വായിക്കുന്നവരും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് ജുമഅക്ക് പങ്കെടുത്ത ഞാൻ അടുത്ത ഒരു വെള്ളിയാഴ്ച ഈ ജുമഅക്ക് ഈ മെമ്പറിൽ കയറാൻ, അല്ലെങ്കിൽ താഴെ ഇരുന്ന് ജുമഅ കേൾക്കാൻ, അല്ലെങ്കിൽ ഈ പള്ളിയിൽ വന്നിരിക്കാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത നമ്മൾ. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഖുർആൻ ചോദിച്ചത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ ഒരാൾക്കും ലോകത്ത് കഴിയില്ല. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അപ്പൊ നമ്മുടെ മഹലിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ വാപ്പയടക്കം, ഈ മിമ്പറിൽ കയറി നിൽക്കുന്ന എൻ്റെ ഉപ്പയടക്കം, നമ്മുടെയൊക്കെ ഉപ്പമാർ, നമ്മുടെയൊക്കെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ജേഷ്ഠാനിയന്മാരിൽപ്പെട്ടവർ, നമ്മുടെ ഭാര്യമാരിൽപ്പെട്ടവർ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. പള്ളിപ്പടിയിലെ ആ പള്ളിയുടെ പിറകിൽ ഖബർസ്ഥാനിൽ പ്രിയപ്പെട്ടവരെ 6 അടി മണ്ണിൽ വിശ്രമം കൊള്ളുന്നവരുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഖബറടക്കം ചെയ്യപ്പെട്ടവരുണ്ട്. അവർ ഈ മഹല്ല് വിട്ട്, നമ്മുടെ വീട് വിട്ട്, നാട് വിട്ട്, നമ്മെ കുടുംബക്കാരെ വിട്ട്, നമ്മെ തനിച്ചാക്കി അവർ തനിച്ച് യാത്രയിലേക്ക് പോയപ്പോ നാം ചിന്തിക്കണം, അവർക്കൊക്കെ ഒരു സ്വസ്ഥമായ മരണം കിട്ടിയിട്ടായിരിക്കുമോ അവർ ഇവിടം വിട്ടു പോയിട്ടുണ്ടാവുക. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമികളുടെയും തോന്നിവാസികളുടെയും മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, വലൗ തരാ ഇദി ളാലിമൂന, അങ്ങനെ വലൗ തരാ ഇദി ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികളായ ആളുകളുടെ ആ മരണത്തിന്റെ വെപ്രാളമെങ്ങാനും താങ്കളൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, ആ മരിക്കുന്ന അവസ്ഥ ശരിക്കും നമുക്ക് ആ റൂഹ് ഇങ്ങനെ പിടിക്കുന്ന രംഗം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഒരൊറ്റ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാവില്ല. ഒരു നേരം ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാവില്ല. അത്ര ഭീകരമായൊരവസ്ഥ നമുക്ക് നേരെ പടച്ചവൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്. മിമ്പറിൽ കയറി നിൽക്കുന്ന ശിഹാബ് എന്ന് പറയുന്ന എനിക്കു നേരെ എൻ്റെ ഡേറ്റ്, എൻ്റെ മിനിറ്റ്, എൻ്റെ ദിവസമൊക്കെ അള്ളാഹു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോരുത്തരായി പിടിക്കും. നമ്മൾ അക്രമികളുടെ കൂട്ടത്തിലാവാതിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലൗ തരാ ഇദി ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം
മരിക്കാൻ പോകുന്ന മോശപ്പെട്ട മനുഷ്യന്റെ നേരെ മലായിക്കത്തുകൾ ഇങ്ങനെ കൈ നീട്ടുകയാണ്. ദേഷ്യപ്പെട്ടിട്ടാണ് കൈ നീട്ടുക മലായിക്കത്തുകൾ. എന്നിട്ട് അവരോട് പറയും, ഖുർആൻ പറയുക, അഖ്രിജു അൻഫുസക്കും, റൂഹെന്താ ഉള്ളിലേക്ക് വലിയുന്നത്, എടുക്കടോ പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിക്കും. ഇത് നമ്മുടെ പള്ളിപ്പടിയിലും കരുനച്ചിയിലും ഇടയ്ക്കരനൊക്കെ മരിച്ചുപോയ മനുഷ്യരോട് പടച്ചോൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഇതേ സംഭവം നടന്നു കഴിഞ്ഞു. ഇനിയും അള്ളാഹുവിന്റെ ദീന് കേൾക്കാനും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരിക്കാനും ജീവിതത്തിൽ 40-50 വയസ്സുകാലം ഉണ്ടായിട്ട് എത്രയോ റമളാനുകൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടും വീണ്ടും വീണ്ടും തിന്മയുടെ അഗാധഗർത്തത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വീണു പോകുന്നവരെ, ഞാനടക്കമുള്ളവരെ, പടച്ചവരെ കുറിച്ച് കൃത്യമായി ഓർക്കാൻ കഴിയാതെ പോകുന്നവരെ, ഇതാ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് വന്നു നിൽക്കുമ്പോ അറിയാതെ ചോദിച്ചു പോകും, പടച്ചവനെ സമയം തരുമോ? വിട്ടുപോയതെല്ലാം ശരിയാക്കിയെടുക്കാൻ ഒക്കെ അറിയായിരുന്നു റബ്ബേ, പക്ഷേ അത്ര ഗൗരവത്തിൽ ആലോചിച്ചില്ല. ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഇപ്പൊ പിടിക്കാതെ കുറച്ച് സമയം തന്നാൽ എന്നും മനുഷ്യൻ പറഞ്ഞു പോകുന്ന കേട്ടോ. അല്ലാഹു തആലയുടെ മലായിക്കത്തുകൾ മലക്കുൽ മൗത്തും സംഘവും കൈ ഇങ്ങനെ നീട്ടി റൂഹ് പുറത്തേക്ക് എടുക്കടോ എന്ന് പറഞ്ഞ് ശക്തമായ താക്കീത് നൽകി. മുതുകിലും മുഖത്തും അടിച്ച്, ആയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖത്തടിച്ച് മുതുകിലടിച്ച് വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹും വഅജ്ബാറഹും, മുഖത്തും മുതുകിലും ഇങ്ങനെ ശക്തമായി അടിച്ചിട്ട് അവർ പറയും, ലൂഖു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചോ എന്ന് വിളിച്ചു പറഞ്ഞ് അതിങ്ങനെ ആസ്വദിപ്പിക്കുമ്പോൾ മലക്കുകൾ പറയുന്നൊരു വാക്കുണ്ട്, എടോ നീയൊക്കെ അള്ളാഹുവിൻ്റെ മേൽ പല വർത്തമാനങ്ങളും അങ്ങാടിയിലിരുന്ന് പീഡികക്കൊലായിലിരുന്ന് കാലുമ കയറ്റി വെച്ച് പടച്ചവന്റെ മുമ്പിൽ ധിക്കാര വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, സത്യമല്ലാത്ത ന്യായമല്ലാത്ത പലതും നീ അള്ളാഹുവിൻ്റെ മേൽ പറഞ്ഞിട്ടുണ്ട്. പലരെയും ചിരിപ്പിക്കാനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂടെ ചിരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, നീ നല്ല വിറ്റു പറയുന്ന ആളാന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് മലായിക്കത്തുകൾ മനുഷ്യനോട് സംസാരിക്കുന്ന രീതിയാണിത്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, ന്യായമല്ലാത്ത പലതും നീ പടച്ചവന്റെ മേൽ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, നിനക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പറ്റിയ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ തന്നപ്പോഴും നീ അഹങ്കരിച്ച് മാറി നിന്നിട്ടുണ്ട്. ഈ ജുമയ്ക്ക് വന്ന മുഴുവൻ ആളുകളെയും ഒരു വയലിനെ വിളിച്ചു നോക്കി എല്ലാവരും വരൂല. ഞാനത് വരാത്തൊരു അഹങ്കാരികളാണെന്നല്ല പറയുന്നത്. പല ഷുഗലിൽപ്പെട്ടവരുണ്ടാവും, വേറെ അർജൻറ്റായിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും. നമ്മൾ ഇതൊരു നിർബന്ധ ജുമ, പക്ഷെ ദീന് പഠിക്കലും നിർബന്ധമല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ ദീന് പഠിക്കാനും ദീന് മനസ്സിലാക്കാനും ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും QHLS എന്നൊക്കെ വന്നിരിക്കാൻ പറയുമ്പോൾ നമ്മൾ നേരല്ലാതെ ഷുഗലിൽപ്പെട്ടവരെല്ലാം പറയണത് അതൊന്നും എനിക്ക് ആവശ്യമല്ല എന്ന് പറയുന്നവരുണ്ടോ? പറയലില്ല, പക്ഷെ മനസ്സിലങ്ങനെ ഉണ്ടോ? നാവ് കൊണ്ട് ആരോടും പറയില്ല, അതൊന്നും എനിക്ക് ബാധകമല്ല, അറിഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ മഹലിൽ ഒരു 200 ആളുണ്ട് വിചാരിച്ചോ, നമ്മളിവിടെ ഖുർആനും ഹദീസും പഠിക്കാൻ 1 മണിക്കൂർ നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സെന്താ അറിയാ, എനിക്കതൊന്നും ബാധകമല്ല എന്ന രൂപത്തിലാ മനുഷ്യന്മാരുടെ നടത്തവും പെരുമാറ്റമൊക്കെ ഉണ്ടാവാറുള്ളത്. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ആ ഏറ്റവും വലിയ ദുർഘടകരമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, ഇതൊക്കെ ഖുർആനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, ഇങ്ങനെ പെടയാണ്, ഞരമ്പുകൾ ഇങ്ങനെ വലിയാണ്, റൂഹ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിയ, കാലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണയാണ്. അപ്പൊ അള്ള ചോദിക്കുന്ന ചോദ്യം നോക്ക് നിങ്ങൾ, അള്ള ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ? കാലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണയുമ്പോൾ, മരണം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ, കണ്ണിങ്ങനെ അതിനെ പിന്തുടരുമ്പോൾ, കണ്ണൊക്കെ ഇങ്ങനെ മറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ നാവ് ഇങ്ങനെ തൊണ്ടയിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വലിയുമ്പോൾ, അപ്പൊ അള്ള ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്ന അള്ള? വഖീല മൻ റാഖ്, ആരുണ്ടോ നിനക്ക് വേണ്ടി ഒരക്ഷരം മന്ത്രിക്കാൻ, ഒന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ? ആരാടോ നിന്റെ കൂടെ ഉള്ളത്? വലിയ വമ്പും വലിയ വീമ്പും ഒക്കെ പറഞ്ഞ് നടന്ന നിന്നോട് ചോദിക്കുകയാണ്, നിന്നെ കൊണ്ടുപോവാണ്. ആരുണ്ടോ നിനക്ക് വേണ്ടി മന്ത്രിക്കാൻ? ആരുണ്ട് നിനക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്താൻ? ആരുമില്ല. പോവുകയാണെന്ന് അവന് ഉറപ്പാകുന്ന ഒരു സമയമാണത്.
അല്ലേ? വൽ തഫത്തിസ്സാഖു ബിസ്സാഖ്, കാലും കാലും തമ്മിൽ പിണയ. ഇതൊക്കെ ഖുർആനിൽ കേട്ടതാണ്, ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പതുക്കെ മാഞ്ഞു പോകും, മറഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാത്തവരായി, അള്ളാഹുവിനെ സ്മരിക്കാത്തവരായി, റബ്ബിനെ മറന്ന ടീമായി മാറും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു ഉത്ബോധനമാണ്. എത്രയോ വിഷയങ്ങൾ നമുക്ക് ഖുത്ബയിൽ നിന്ന് പറയാനുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഈ തസ്ഗിയത്തും തർബിയത്തും മരണത്തെക്കുറിച്ചും നമ്മൾ നന്നാവണേ എന്ന ചിന്തയും, ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഞാനും നിങ്ങളും അടക്കം ഒരു ചിന്തക്ക്, ഒരു ആലോചനക്ക്, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണേ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണ്. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഇന്നൽ കാഫിറ, സത്യത്തെ നിഷേധിക്കുന്ന ഒരാൾ, ഫദക്കറ മൗതഹു, നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വതുആദു റൂഹുഹു ഫീ ജസദിഹി. പള്ളിപ്പടി, ഇപ്പം നമ്മുടെ പള്ളിപ്പടി വരുമ്പോൾ നമുക്ക് വേഗം ഖബർ ഓർമ്മ വരും. നമ്മളെ മഹല്ല് ഖബർസ്ഥാനം അവിടെയാണല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു. എന്നിട്ട് മൂടുകല്ല് വെച്ചു, 3 പിടി മണ്ണ് വാരിയിട്ടു. അപ്പം തന്നെ തസ്ബീത്ത് തുടങ്ങണ്ട. അങ്ങനെ ഇപ്പോൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖബറിൻ്റെ ആളെ മയ്യത്ത് ഇറക്കി വെച്ച്, മയ്യത്തങ്ങോട്ട് ഇറക്കി വെച്ച്, ആ ഇറക്കാൻ കൂടിയ ആൾ കയറി കല്ലും വെച്ച്, 2 ഇറങ്ങി 3 ഇറങ്ങി, 3ാമത്തെ ആൾ കയറുന്നോടുകൂടി തസ്ബീത്ത് തുടങ്ങണ്ട. പിന്നെ എൻ്റെ ഏറ്റവും ശരിയായ ശൈലി ഖബർ മൂടിക്കഴിഞ്ഞതിന് ശേഷം തസ്ബീത്ത് ചെല്ലലാണ്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അങ്ങനെ പള്ളിപ്പടിയിൽ 2-3 മയ്യത്തിൻ്റെ കൂടെ പോയപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടു. ആളിങ്ങോട്ട് കയറുന്നപ്പോഴേക്കും ശരിക്കത് പണ്ഡിത ലോകത്തിൻ്റെ ഇബാറത്തിലൊക്കെ വരുന്നത് ആ ഖബർ മൂടിക്കഴിഞ്ഞതിന് ശേഷം തസ്ബീത്ത് എന്നാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് മിനുക്ക് പണി കഴിയണം എന്നല്ല അർത്ഥം. മറിച്ച് മൂടുകല്ലൊക്കെ വെച്ച് മണ്ണൊക്കെ മൂടി ഏകദേശം പൂർത്തിയാവുമ്പോഴാണ് അതിൻ്റെ അടുത്തേക്കൊന്ന് നീങ്ങി നിന്ന് അങ്ങനെയാണ് തസ്ബീത്ത് ചൊല്ലുന്നത്. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, നിൽക്കട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ നമ്മൾ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നീങ്ങി ഖബറിലേക്ക് വെച്ചത് പടച്ചവന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. തുആദു റൂഹുഹു ഫി ജസദിഹി, അവൻ്റെ ശരീരത്തിലേക്ക് റൂഹ് പടച്ചോൻ 2ാമത് അങ്ങോട്ട് കൊടുക്കും. റൂഹ് ഖബറിലേക്ക് കിടക്കുന്ന മയ്യത്തിലേക്ക് 2ാമത് തിരിച്ചു കൊടുക്കും. വയഅതീഹി മലക്കാനി, എന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി, എഴുന്നേൽപ്പിച്ചിരുത്തും ഖബറിൽ. കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫയഖൂലാനി, എന്നിട്ട് അവനോട് ചോദ്യം തുടങ്ങും. മർ റബ്ബുക്, ആരാ നിൻ്റെ റബ്ബ്? എടുത്തപ്പോൾ കരുന്നച്ചിയിലെ ഹിന്ദുവിനോട് ചോദിച്ചോക്കെ ആരാണ് നമ്മളെ സൃഷ്ടിച്ച. മുമ്പ് ചിലപ്പോൾ അറബി അള്ളാഹ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയും. പക്ഷെ ഖബറിൽ നിസ്കരിച്ച് കുറച്ചു കാലമൊക്കെ നിസ്കരിച്ച് ഇടയ്ക്കൊക്കെ പള്ളിയിൽ വരുന്ന ഒരാൾ ഖബറിൽ കിടക്കുക, അയാൾക്ക് അള്ളാഹ് എന്ന് പറയാൻ കിട്ടായിട്ടാ. പക്ഷെ അവിടുന്ന് കിട്ടൂല പറയാൻ, ഖബറിന്ന് കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, നേരെ മുസ്ലിമായി ജീവിക്കാത്ത ഒരാളോട് ഫയഖൂലാനി ലഹു, അവനോട് ചോദിച്ചു, മർ റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? ഫയഖൂൽ, അവൻ പറയുന്ന മറുപടി ഹാ ഹാ ഹാ, 3 വട്ടം പ്രയോഗിച്ചു. ഞാൻ പ്രയോഗിക്കല്ല, ഹദീസിൽ ഹാ 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 ലാ അദ്രി, എനിക്കറിയില്ല. അടുത്ത ചോദ്യം വന്നു. ഈ ഹാ എന്താണ്? ഒരു ചോദ്യത്തിന് അറിയില്ല എന്ന് ഉത്തരം പറയുമ്പോൾ ഇവൻ്റെ ഈ 2 ചെവികൾക്കിടയിൽ ശക്തമായൊരു അടി കൊടുക്കുന്ന മലക്കുകൾ. എന്നിട്ട് മണ്ണിലേക്ക് അവൻ ലയിച്ചു ചേരുന്ന, മണ്ണിലേക്ക് അങ്ങോട്ട് അമരും. വീണ്ടും അവനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അടുത്ത് ചോദിക്കും, മാ ദീനുക്, നിന്റെ ദീൻ എന്താണ്? നമ്മൾ നിരീശ്വരവാദികളല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ മതം പറഞ്ഞത് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സംഭവം നാളെ ഖബറിൽ നടക്കും. ഇപ്പം നടക്കുന്നുണ്ട്. നാളെ നമ്മൾ കിടക്കുമ്പോൾ നമ്മളടുത്തേക്കും വരും. മാ ദീനുക്, എന്താ നിന്റെ ദീന്? ഉത്തരം കിട്ടണില്ല. ഹാ ഹാ ലാ അദ്രി,
എനിക്കറിയില്ല. വീണ്ടും അവന്റെ 2 ചെവികൾക്കിടയിൽ പെരടിയുടെ ഭാഗത്ത് ശക്തമായ അടിയടിക്കുന്നു. അവൻ മണ്ണിലേക്ക് ചേരുന്നു, വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. ഈ പ്രക്രിയ ഖബറിൽ തുടരും. വിശ്വസിക്കണോ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നാളെ നടക്കാനുള്ള സംഭവമാണ്, ഇതൊക്കെ ഹദീസിൽ വന്നതാ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നൽ ഖബറ പറയാണ്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മനുഷ്യരെ, ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള യാത്രയിലെ 1ാമത്തെ വീടാണ്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ഒരാൾ ഖബറിന് രക്ഷപ്പെട്ടാൽ, ഖബറിലെ ചോദ്യത്തിൽ അയാൾ രക്ഷപ്പെട്ടാൽ, പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പും അവന് എളുപ്പമായിരിക്കും. മരിക്കുമ്പോൾ രക്ഷപ്പെട്ടാൽ ഖബറിൽ രക്ഷയായിരിക്കും, ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് എളുപ്പമാണ്. മരിക്കുമ്പോൾ മനസ്സിലാവും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മരിക്കുമ്പോൾ മലക്കുകളുടെ പെരുമാറ്റത്തിനനുസരിച്ച് തന്നെ നമുക്ക് ബോധ്യവും. അത് നമ്മളെ അമ്മക്കറിയില്ല, നമ്മളെ വാപ്പാക്കറിയില്ല, നമ്മളെ ഭാര്യക്കറിയില്ല, നമ്മളെ ഭർത്താവിനറിയില്ല, നമ്മളെ മക്കൾക്കറിയില്ല. പക്ഷെ മരിക്കണക്ക് മനസ്സിലാവും. എൻ്റെ യാത്ര സ്വർഗത്തിലേക്കാണോ, എൻ്റെ യാത്ര നരകത്തിലേക്കാണോ? ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്ന ആളാണ്, എന്തിനാ ഇങ്ങനെ അടിക്കണെന്നെ? ശരിയായിട്ടില്ല കേട്ടോ. എന്തൊക്കെ കാപട്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാപട്യം എന്താണെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അവന് ബോധ്യമാകും. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നരകമെന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന ഒരാളും പടച്ചവനോട് പറയില്ല എന്നാ, റബ്ബേ ഞങ്ങളോട് അനീതി കാണിക്കരുത് എന്നൊരൊറ്റ കുട്ടിയും പറയില്ല. ഇന്നെന്താ മനുഷ്യര് പറയാ? ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കേണ്ടവർ തന്നെയാണ്, എന്നാലും റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്നാ മനുഷ്യര് പറയാ. അനീതി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയം മനസ്സിലാവും സുഹൃത്തുക്കളെ, എന്ത് ഈ പോക്ക് റെഡിയാണോ അല്ലേ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരൊറ്റ ആയത്തും കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഏറ്റവും നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുഅവി. പോരാ, എത്ര ക്ലിയർ ആയിട്ടാണ് പറയണറിയോ? ഒരു കുറ്റവാളി ഇങ്ങനെ ആലോചിച്ചു പോകും, ആഗ്രഹിച്ചു പോകും. എന്താ ആഗ്രഹിക്കുന്നത് അറിയോ? ഇവനെ നരകത്തിലേക്ക് നാളെ റബ്ബ് ഇങ്ങനെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക്. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ നിരീശ്വരവാദികളല്ല, ഇത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ ജുമയും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇതൊക്കെ പേടിപ്പിക്കാൻ പറയണതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നിരീശ്വരത്വത്തിലേക്ക് പതുക്കെ നടക്കുകയാണ്. പേടിപ്പിക്കാൻ തന്നെയാണ് അള്ള പറയണതാണ്, തമാശക്ക് പഠിപ്പിക്കല്ല, തമാശക്ക് പഠിപ്പിക്കല്ല, ഒറിജിനലായിട്ട് അള്ള പറഞ്ഞു തരികയാണ്. എന്ത്? കുറ്റവാളി നരകത്തിലേക്ക് ഇങ്ങനെ എറിയുമ്പോ കുറ്റവാളി പറഞ്ഞു പോകുന്ന വാക്കാണ് എന്ത്? റബ്ബേ, കുറ്റവാളി ആഗ്രഹിക്കുകയാണ്, ഇന്നത്തെ ദിവസം എൻ്റെ ഭാര്യയെ നരകത്തിലേക്ക് ഇട്ടിട്ട്, എൻ്റെ മക്കളെ നരകത്തിലേക്ക് എറിഞ്ഞിട്ട്, എൻ്റെ കുടുംബക്കാരെ നരകത്തിലേക്ക് എറിഞ്ഞിട്ട്, ഞാൻ അഭയം നൽകിയ, എനിക്ക് അഭയം നൽകിയവരെയൊക്കെ നരകത്തിലേക്ക് എറിഞ്ഞിട്ട്, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും നരകത്തിലേക്ക് ഇട്ടാലും ഇവൻ ആഗ്രഹിച്ചു പോകും. സുമ്മ യുൻജി, അവനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. ഓരോ മനുഷ്യൻ എന്താ വിചാരിക്കാറിയോ? ഇപ്പൊ ഒരു പൂക്കിപ്പറമ്പിൽ ബസ് കത്തി, നമ്മളൊക്കെ വായിച്ച വാർത്തയല്ലേ? ആ ബസ് കത്തിയപ്പോ എൻ്റെ കുട്ടിയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഒരു ബാപ്പ മനസ്സിലായി. പൂക്കിപ്പറമ്പാണെന്ന് എൻ്റെ ഓർമ്മ ഞാൻ പറയാണ്. ഒരു സ്ഥലത്ത് ബസ് കത്തുകയാണ്, കുറേ ആളുകൾ മരിച്ചു, എൻ്റെ കുട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഓടിക്കയറി വീണ്ടും രണ്ടാമത് വാപ്പ. എന്തിന്? കുട്ടിനെടുക്കാൻ. കുട്ടിനെടുത്തിട്ട് ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇട്ടുകൊടുത്ത്, അപ്പോഴേക്കും അയാളുടെ ശരീരത്തിൽ തീ പിടിച്ച് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരിച്ചുപോയി. ദുബായ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കത്തി. അപ്പോൾ അഗ്നിശമന സേനാ വിഭാഗത്തിലെ UAE പൗരൻ, അവിടുത്തെ ആ വിഭാഗത്തിൻ്റെ മേധാവി, ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞു ഒരാളതിൻ്റെ ഉള്ളിലുണ്ട്. അയാൾ ഓടിക്കയറി ഉള്ളിലേക്ക്, അയാളെടുത്ത് പുറത്തേക്ക് തള്ളിയിട്ടു. ആ മേധാവി മരിച്ചു തീ പിടിച്ചിട്ട്. എന്തേ കാരണം? അതൊക്കെ ഒരു മനുഷ്യനോടുള്ള സ്നേഹം. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് വാപ്പ കയറിയത്. രണ്ടാമത് കുട്ടി രക്ഷപ്പെട്ടു, വാപ്പ മരിച്ചു. അല്ലേ? കുട്ടി രക്ഷപ്പെട്ടു, വാപ്പ മരിച്ചു. എന്നാൽ പരലോകത്ത് നടക്കണം എന്താ അറിയോ? എൻ്റെ കുട്ടിനെ നരകത്തിലിട്ടോ പടച്ചോനെ, എൻ്റെ ഭാര്യനെ നരകത്തിലിട്ടോ പടച്ചോനെ, എൻ്റെ ബാപ്പാനും ഉമ്മാനും നരകത്തിലിട്ടോ, എൻ്റെ കുടുംബക്കാരെ നരകത്തിലിട്ടോ, വമൻ ഫിൽ അർളി ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ നരകത്തിലിട്ടോ, എന്നൊന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്നാ മനുഷ്യൻ ചോദിക്കുക. അല്ലാഹുവിന്റെ മറുപടിക്കല്ല, ഇന്നഹാ ലളാ,
നസ്സാഅത്തൻ ലിശ്ശവാ, തലയോട്ടിങ്ങനെ ഉരുകി ഒലിക്കണ നരകാടോ അത്. എൻ്റെ ഈ വർത്തമാനത്തിൽ ഇവിടെ പ്രസക്തിയില്ല. ഇത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. ഈ ഒരു നരകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? ഇനി കുറേ വേലും പ്രസംഗമൊക്കെ വേണോ? ഇത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കുറേ പ്രസംഗം നടത്തി പിന്നാലെ ഇങ്ങനെ കൂടണോ? ഓരോരുത്തരെയും ചെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണോ? ഓരോരുത്തരെയും വീട്ടിൽ വന്ന് വിളിക്കണോ? ഓരോരുത്തരെയും ജോലി സ്ഥലത്ത് വന്ന് വിളിക്കണോ? ഖുർആൻ പഠിക്കണേ എന്ന് പറയാൻ, അള്ളാന്റെ ദീന് പഠിക്കണേ എന്ന് പറയാൻ, റബ്ബിന്റെ ദീൻ വീടുമായി ബന്ധമുണ്ടാകണേ എന്ന് പറയാൻ, പടച്ചവന്റെ മാർഗത്തിൽ ഇറങ്ങണേ എന്ന് പറയാൻ, ഈ ദീനിന്റെ ഉൾക്കാഴ്ച ഈ രണ്ട് കണ്ണുകളല്ലാതെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവേണ്ട അകക്കണ്ണുപയോഗിച്ചുകൊണ്ട്, ഈ രണ്ട് കണ്ണല്ലാതെ അകക്കണ്ണുപയോഗിച്ചുകൊണ്ട് ദീനിനെ കണ്ടവനും മനസ്സിലാക്കിയവനും പിന്നെ വേറെന്ത് വേണം ആലോചിക്കാൻ? അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണമെന്ന് ഞാൻ എൻ്റെ അനിയന്മാരോടും ജ്യേഷ്ഠന്മാരോടും മാതൃതുല്യരായ മാതാക്കളോടും പിതൃതുല്യരായ ഉപ്പമാരോടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എനിക്കും നിങ്ങൾക്കും ഏറെ ചിന്തിക്കാൻ, ഏറെ ആലോചിക്കാൻ വകുപ്പ് നൽകുന്ന ആയത്തുകളാണ് ഇതൊക്കെ. അള്ളാഹു ചിന്തിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന് ഇനിയും സമയമുണ്ട്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനായി എന്നും പറയാം. അതുകൊണ്ട് ഒരു മുന്നൊരുക്കം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും വേണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ, റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ചു ചേർക്കുമ്പോൾ എല്ലാവരും വരണം. ഇപ്പം നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് നമ്മുടെ മദ്രസ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് നോമ്പ് തുറക്കാനും നോമ്പ് തുറപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് മദ്രസ് ഈ മാസം അവസാനം നമ്മുടെ മദ്രസയിലേക്ക് തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങോട്ട് മാറ്റി നമ്മുടെ മദ്രസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് പുതുക്കി അതിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് അവിടെ തടസ്സം എന്താണ്? കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്. സുഹൃത്തുക്കളെ, ഞാനടക്കം ഇവിടെ പള്ളിയിൽ വന്ന പലരും ആ മദ്രസയെ സഹായിക്കാൻ ആഗ്രഹിക്കുകയും കുറച്ചൊക്കെ സഹായിക്കുകയും ചെയ്തിട്ട് ബാക്കി നമ്മൾ ഓഫർ ചെയ്തതും ഇനി ഓഫർ ചെയ്യാത്തവരുമൊക്കെയായി പലരും ഈ കൂട്ടത്തിലുണ്ട്. ഞാനടക്കമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ സഹായിക്കേണ്ട ഏറ്റവും അവസാനത്തെ സമയം എത്തിയിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി ഈ റമദാനിന് മുമ്പ് നമ്മുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ, അവിടെ വേണ്ട സൗകര്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അതിലിടപെട്ടുകൊണ്ട് കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ വരിസംഖ്യ മെമ്പർമാരുടെ ഒരു കാർഡ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനാർക്കെങ്കിലും എത്താത്തവരുണ്ടെങ്കിൽ ഇവിടുത്തെ മെമ്പർമാരായ ഒരാൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതെത്തും. എത്തിയവർ അതിൻ്റെ കോളത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ ഇത്ര വരിസംഖ്യ കുടിശ്ശികയായി തരാം. ഇതെന്തിനാ മിമ്പർമെന്ന് പറയണത്? ഇത് നമ്മളെ വീട്ടിലുള്ള കാര്യമല്ല, ഇത് അള്ളാൻ്റെ വീടാണ്, നമ്മുടെ എല്ലാവരുടെയും വീടാണ്, പടച്ചോൻ്റെ വീടാണ്. അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത്, നിങ്ങൾ ഇത്ര കുടിശ്ശിക തരാനുണ്ട്, ഈ കാർഡ് കിട്ടി, ഞാൻ ഇത്ര കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലായി, ഷിയാബ് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, മറന്നതാണ്, ഇത്രയും പൈസ കൊടുക്കാനുണ്ട്, ശരി, അത് നമ്മൾ കൊടുത്തു വീട്ടണം സുഹൃത്തുക്കളെ. പല പള്ളികളിലും നമ്മുടെ വാപ്പ മരിക്കുമ്പോൾ പിന്നെ മക്കളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളപ്പ ഒരു 25,000 വരിസംഖ്യ തരാണ്ട് എന്ന് ചോദിച്ച് ആ സമയത്ത് ചോദിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനടക്കമുള്ളവരോടാണ് പറയണത്, നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു ഫാന് കേട് വന്നാൽ നന്നാക്കുന്നുണ്ട്, അല്ലെ, ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയാൽ പുതിയത് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ കേട് വന്നാൽ അത് പുതുക്കി വാങ്ങുന്നുണ്ട്. അതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. റെഡി ക്യാഷ് ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ വാങ്ങാൻ റെഡിയാവുന്നുണ്ട്. വരിസംഖ്യ 150, 100, 200, 300ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മാസത്തിൽ. അത് പള്ളിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ മറക്കുകയാണ്. അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണമെന്ന്. ഇനി ഒരു വിളിയോ ഒരു അറിയിപ്പോ വരുന്നതിന് മുമ്പ് കാർഡ് ലഭിച്ചവർ പള്ളിയുമായി ബന്ധപ്പെട്ട് തീർക്കേണ്ട കടങ്ങൾ തീർത്ത്, കാർഡ് ലഭിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഞാൻ എൻ്റെ വാപ്പെന്തെങ്കിലും തരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈ സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് തീർക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനം ഭംഗിയായി നിലനിർത്തുവാനുള്ള പടച്ചവൻ്റെ ഭാഗത്തേക്കുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതായ എല്ലാവിധ സഹകരണവും നമ്മൾ നൽകി അള്ളാഹുവിൻ്റെ പള്ളിയെയും ദീനിനെയും സംരക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കാതെ
പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ പല വിധത്തിലുമുള്ള കടങ്ങളും ബാധ്യതകളുമൊക്കെയുണ്ട്. അതെല്ലാം ഹലാലായ മാർഗത്തിൽ വീട്ടി ഏറ്റവും നല്ല മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. മറവി കൊണ്ട് സംഭവിച്ചു പോയ എന്തെങ്കിലും പിഴവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിൽ നിന്ന് നിനക്കിഷ്ടപ്പെടാത്ത വാക്കുകളോ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെടാത്ത കാഴ്ചകളോ, കാതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത കേൾക്കലുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ കാണുക എന്ന പരലോകത്തിൽ ഏറ്റവും വലിയ, സ്വർഗത്തിൽ ഏറ്റവും വലിയ സിയാദത്ത് ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഫലസ്തീനിൽ ഞങ്ങളുടെ അനുജന്മാരെ പോലെയുള്ള കുട്ടികളും ജ്യേഷ്ഠത്തിമാരും ജ്യേഷ്ഠന്മാരും മാതാപിതാക്കളെ പോലെയുള്ള സഹോദര സഹോദരിമാരുമൊക്കെ വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ അറുതി ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ, ആശ്വാസമുണ്ടാക്കി കൊടുക്കണേ അല്ലാ. ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തി ഒരു മുസ്ലിമായി മുഅ്മിനായി അതിൻ്റെ ദഅവത്ത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.